അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയാമോ? വളരെ എളുപ്പം ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. അതായത് നമ്മുടെ പച്ചക്കായും ചേനയും കൂടെ വെച്ചിട്ട് വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വെറും 5 മിനിറ്റ് മതി. അതെ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സമയം കളയാതെ നേരെ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പം നമ്മളെ ചേനയും നമ്മുടെ കായും ഒക്കെ ഏകദേശം ഒരു നീളത്തിൽ, അതായത് ഒരു ഒരളവുണ്ടല്ലോ, ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് ആ ഒരു നീളത്തിൽ നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെള്ളത്തിലിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ തന്നെ ഇടണേ. നമ്മുടെ ചേനയ്ക്ക് പ്രശ്നം വരത്തില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ കായ കറുത്തു. അപ്പൊ അതുകൊണ്ട് അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട്. പിന്നെ ചേന ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട് എപ്പോഴും ഒരു തവി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട് വെള്ളത്തിൽ കിടക്കുന്ന സമയത്ത്. അപ്പൊ നമുക്ക് ഇവനെ അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ചീനച്ചട്ടി ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് പരിപാടികൾ അങ്ങോട്ട് പെട്ടെന്ന് തുടങ്ങിയേക്കാം. നമ്മൾ വലിയ ചീനച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കൊന്ന് ഇളക്കാനൊക്കെ ഒരു സൗകര്യത്തിനുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യമേ ഇതിൻ്റെ അകത്തുനിന്ന് കടുക് വറക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയും മുളകും പിന്നെ കടുകും. ഇത്ര സാധനം ഉപയോഗിച്ചാണ് നമ്മൾ കടുക് വറക്കുന്നത്. അപ്പൊ ഈ നമ്മുടെ ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂടായതിനു ശേഷം നമ്മുടെ വെളിച്ചെണ്ണ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ നാടൻ സാധനങ്ങളൊക്കെ അതെ നാടൻ പരിപാടി ആയതുകൊണ്ട് നമുക്ക് 2 സ്പൂൺ മതി. അപ്പോഴേ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഇതിനെ കുറിച്ചുള്ള എത്ര ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്ന നമ്മള് പാചകം ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് വീടുകളിലൊന്നും നമ്മൾ അതിന്റെ ടീസ്പൂണും കണക്കൊന്നും വെച്ചാലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചെയ്തോണ്ടിരിക്കുന്നതിനിടയ്ക്ക് പറയാത്തത്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മള് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടി റെഡിയാകുമ്പോഴത്തേക്കിനും നമുക്ക് അടുത്ത സംഭവങ്ങൾ റെഡിയാക്കി വെക്കാം. ഒരു ചെറിയ തീ. ഇപ്പൊ ഇനി തീ കുറച്ച് കാരണം നല്ല തീ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ചെറിയുള്ളി നമ്മൾ ഇതിന് സവോള ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് വറ്റൽമുളക് അത് നമുക്ക് അപ്പൊ നമ്മൾ ഇതിനകത്ത് എരിവിനായിട്ട് നമ്മൾ 3 തരം മുളകുകൾ ഉപയോഗിക്കുന്ന. ഒന്ന് പച്ചമുളക് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഇപ്പൊ നമ്മൾ വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി. ഒരു കാശ്മീരി മുളക് പൊടി അത് നമ്മളൊരു 1 ടീസ്പൂൺ ഇട്ടിട്ടുള്ള. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് കളറിനാണ് നമ്മൾ ഇട്ടത്. അപ്പൊ മറ്റേ എരിയുള്ള മുളക് ഇടണമെന്നില്ല, കാരണം നമ്മൾ ഇതിന്റെ ഓൾറെഡി നമ്മുടെ പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇത് നമ്മള് രണ്ടും ഒരേ ക്വാണ്ടിറ്റിയില് ഈക്വൽ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോഴേ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചേനയുടെ ഒരു പ്രത്യേകത, ചില സമയത്ത് കിട്ടുന്ന ചേനയ്ക്കുണ്ടല്ലോ വെള്ളമയം കുറവായിരിക്കും, ചില സമയത്ത് കിട്ടുന്ന ചേനയ്ക്ക് വെള്ളമയം കൂടുതലായിരിക്കും. അപ്പൊ അതനുസരിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലും ഇത് വേഗത്തുള്ളൂ. അല്ലെങ്കിൽ ചേന വേഗത്തിലെന്ന് പറയുന്നത് കേൾക്കുന്നത്. അപ്പൊ അത് വെള്ളത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അത് കാരണം നമുക്ക് എന്തായാലും ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം ഇപ്പൊ കിട്ടുന്ന ചേന എന്ന് പറഞ്ഞാൽ അധികം വെള്ളം ഇല്ലാത്ത ചേനയാണ്, വേനൽക്കാലമായതുകൊണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ഒഴിക്കേണ്ടത്. എത്രയാണ് നമ്മുടെ ചേനയുടെ ഒരു വെള്ളത്തിന്റെ കണ്ടന്റ് എന്ന് നോക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ഉപ്പ് ഇടുന്നില്ലേ, ചിലപ്പോ ചേനയുണ്ടല്ലോ ഉപ്പ് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാലേ പിന്നെ വേഗം വലിയ മടിയായിരിക്കും. അപ്പൊ അവനോട് കിടക്കട്ടെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും നമ്മുടെ പച്ചമുളകും അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും വലിയ എരിയില്ലാത്ത സാധനമാണ്. ഇത് വലിയ എരിയൊന്നും ഇല്ലാത്ത പച്ചമുളക്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇവനെ വെച്ചിട്ട് അങ്ങ് അടച്ചു വെച്ച് അങ്ങ് വേവിക്കാം. അപ്പൊ ഇങ്ങനെ ഇരുന്ന് അങ്ങ് വേവിക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മാത്രം മതി, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പൊ ഇത് വേകട്ടെ. ഇത് നമ്മളിപ്പോ വെച്ചിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കിത് തുറന്നു നോക്കാം.
നല്ല ചൂടാണ്. അതെ, അപ്പൊ ഏകദേശം വെന്ത് ഒരു പകുതി വേവായി. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാര്യം വെള്ളം മുഴുവൻ പറ്റുന്നതിന് മുമ്പ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒരു മെഴുക്ക് ആയിട്ട് കിട്ടിയാൽ മതി. മെഴുക്ക് പുരട്ടി എന്ന് പറയുമ്പോൾ ഇച്ചിരി ഒരു ഡ്രൈ ആയിട്ടും നമ്മുടെ ഉപ്പേരി പരുവത്തിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. അത് ഇച്ചിരി വെള്ളമുള്ള സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം, എന്നാലേ അത് എല്ലായിടത്തോടും ഉപ്പാവും. ഇനിയിപ്പോ ഇത് നല്ലപോലെ ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഇതിപ്പോ നമ്മള് ചേന നന്നായിട്ട് വേകുന്നതിന് മുമ്പാണിത് ഉപ്പ് ചേർത്തത്. എന്നാൽ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ആ ഒരു പരുവത്തിലാണ് ഉപ്പ് ചേർത്തത്. 3 മിനിറ്റ് ആയിട്ടുള്ളൂ ഇപ്പൊ നമ്മളത് വെച്ചിട്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് തുറന്ന് വെച്ചിട്ട് തീ അത്യാവശ്യം ഇപ്പൊ നമ്മള് സിമ്മിൽ ഇട്ടേക്കുമായിരുന്നു കുറച്ചു നേരമായിട്ട്. കാരണം നന്നായിട്ട് അകമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സിമ്മിൽ കിടക്കുന്നതല്ല. അപ്പൊ ഇനി നമ്മള് തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് നമുക്ക് തുറന്ന് വെച്ച് അങ്ങ് ഇത് വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പൊ ആ സമയത്തിന് നമ്മുടെ എല്ലായിടത്തും ഉപ്പ് പിടിക്കുകയും ചെയ്യും. സംഭവം എന്തും കിട്ടും. നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഒരു 2-3 മിനിറ്റ് കൂടെ 2 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കളറിന് ഒരു വ്യത്യാസം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അപ്പോൾ ആ ഇരുമ്പിൻ്റെ സത്ത് കൂടെ അതിൽ പിടിക്കുന്നതാണ് ആ ഒരു കളർ വേരിയേഷൻ. ഇപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രത്തിലോ കടയിലാണെന്നുണ്ടെങ്കിൽ അതിന് കളർ മാറത്തില്ല. ഇത് പക്ഷേ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല, നല്ലത് തന്നെയാണ്. ആ ഒരു കളറിൻ്റെ ഒരു വ്യത്യാസം വന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് നമ്മൾ ഉപ്പും ഇതൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നോക്കാം. നമുക്ക് ശകലം ഉപ്പിട്ടാണ് കുഴപ്പമില്ല. പക്ഷേ ഓൾമോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം. പിന്നെ ഈ ചേന നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ആ ചെറിയ ഉള്ളിയുടെയും നല്ലൊരു മണമൊക്കെ ആയിട്ട് സംഭവം അടിപൊളിയാണ്. അപ്പൊ ഈ കായും ചേനയും നമുക്കൊന്ന് അരിഞ്ഞെടുക്കുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. ചില ആൾക്കാർക്ക് ചേന തൊടുമ്പോ ചൊറിച്ചിട്ട് വരും, അത് കഴുകുന്ന സമയത്തൊക്കെ. അപ്പൊ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാം. പിന്നെ നമ്മള് വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് പിന്നെ നമ്മള് എടുക്കുമ്പോ കൈ കൊണ്ട് എടുക്കാതിരിക്കുക. അത്രയൊക്കെ കാര്യങ്ങൾ ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാം പൊക്കോളും. പിന്നെ വളരെ ഹെൽത്തി ആയിട്ടൊരു കാര്യമാണ് ചേനയും. കായും നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. അപ്പം ഇത് ചേനയൊക്കെ നമുക്ക് എന്താ പറയുന്നത് സുപരിതമായിട്ട് കിട്ടുന്ന ഒരു സാധനമല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് മേടിച്ചിട്ട് ഇതുപോലെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാം. 5 മിനിറ്റ് മതി. അരിയുന്ന താമസം ഒഴിവാക്കിയാൽ 5 മിനിറ്റ് മതി സംഭവം റെഡിയാക്കി എടുക്കാനായിട്ട്. നല്ല ഒരു അടിപൊളി ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ നല്ല അടിപൊളി ഒരു മെഴുക്കുവരട്ടി. അപ്പോൾ നമുക്ക് വേറൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതിന് നമ്മുടെ ചാനലൊക്കെ ഉണ്ടല്ലോ, മറ്റേ സബ്സ്ക്രൈബും ബെൽ ബട്ടണും അതൊക്കെ ഒന്ന് റെഡിയാക്കി നിർത്തിക്കുക. നമുക്ക് അടുത്ത നല്ല തകർപ്പലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.